ഇത്തവണയും ഏവരും ഉറ്റുനോക്കുന്നത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ തുടങ്ങിയ ഉദ്യോഗങ്ങളും വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നീണ്ടുനിന്നു. UDFിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും LDFിന് വേണ്ടി ഡോക്ടർ പി സരിനും BJPക്ക് വേണ്ടി C കൃഷ്ണകുമാറുമാണ് ഇവിടെ ജനവിധി തേടിയത്. ഇവിടെ മറ്റ് മണ്ഡലങ്ങളെപ്പോലെ പോളിംഗ് ശതമാനം കുറഞ്ഞു. 70.51 പോളിംഗ് ശതമാനം. ആകെ വോട്ട് ചെയ്തവരുടെ എണ്ണവും നമുക്ക് പരിശോധിക്കാം. പോളിംഗ് ശതമാനം 70.51, കുറഞ്ഞത് 4.93%. ആകെ വോട്ടർമാർ 1,94,706. വോട്ട് ചെയ്തത് 1,34,306. പാലക്കാട്ടെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഇവിടെ CPMനേക്കാൾ BJPക്ക് സ്വാധീനം ഉണ്ട് എന്നതാണ്. 2016 മുതലുള്ള ഇവിടുത്തെ കണക്കുകളൊന്ന് പരിശോധിക്കാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വേണ്ടി ഷാഫി പറമ്പിലും LDFിന് വേണ്ടി NN കൃഷ്ണദാസും BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും ഇവിടെ മത്സരിച്ചു. 42% വോട്ട് നേടി ഷാഫി പറമ്പിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി. 29% ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയപ്പോൾ മൂന്നാം സ്ഥാനത്തെത്തിയ LDF സ്ഥാനാർത്ഥിക്ക് 28% വോട്ട് മാത്രമാണ് ലഭിച്ചത്. ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം 17,483 വോട്ട്. തുടർന്ന് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വോട്ട് കുറയുകയും CPM വോട്ട് മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്തു. UDFിന് വേണ്ടി മത്സരിച്ച VK ശ്രീകണ്ഠൻ 36% വോട്ടോടുകൂടി ഒന്നാമതെത്തിയപ്പോൾ 33%-ഓടെ MB രാജേഷ് രണ്ടാം സ്ഥാനത്തെത്തി. C കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്താണ് എത്തിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏവരും ഉറ്റുനോക്കിയത് പാലക്കാട്ടായിരുന്നു. ഷാഫി പറമ്പിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായി BJP അന്ന് രംഗത്തിറക്കിയത് മെട്രോമാൻ E ശ്രീധരനെ. കടുത്ത മത്സരമാണ് നടന്നത്. ഷാഫി പറമ്പിൽ 38% വോട്ട് നേടി വിജയിച്ചു. E ശ്രീധരൻ 35% വോട്ടാണ് കടുത്ത മത്സരത്തിലൂടെ നേടിയെടുത്തത്. LDF മൂന്നാം സ്ഥാനത്താവുകയും 25%-ലേക്ക് വോട്ട് കുറയുകയും ചെയ്തു. ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം 3,859 വോട്ടുകൾ. പാലക്കാട് നഗരസഭയിൽ 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 2021 BJP നേടിയത്. ഇത് വർദ്ധിപ്പിച്ചാൽ മാത്രമേ BJPക്ക് വിജയപ്രതീക്ഷ നിലനിർത്താനാകൂ. ഇത് കുറഞ്ഞാൽ BJPയുടെ നില പരുങ്ങലിലാകും. പിരായിരി പഞ്ചായത്തിൽ 6,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് ഷാഫി പറമ്പിൽ നഗരസഭയിലെ BJPയുടെ ലീഡിനെ മറികടന്നത്. ഇവിടെ UDFിൻ്റെ വോട്ട് കുറയ്ക്കാനായാൽ BJPക്ക് നില മെച്ചപ്പെടുത്താനാകും. കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലാണ് LDF മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അപ്പോഴും ചെറിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ UDFുമായിട്ടുണ്ടായിട്ടുള്ളൂ. മാത്രമല്ല അവിടെ BJP മൂന്നാമതായത് UDFിന് ഗുണം ചെയ്യുകയും ചെയ്തു. നഗരസഭയിലെയും പിരായിരി പഞ്ചായത്തിലെയും വോട്ടുകളാണ് ശരിക്കും പാലക്കാടിൻ്റെ വിധിയെ നിർണ്ണയിക്കുക. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൂടി പരിശോധിക്കാം. സിറ്റിംഗ് MP VK ശ്രീകണ്ഠനിലൂടെ പാലക്കാട് മണ്ഡലത്തിൽ തന്നെ UDFിൻ്റെ വോട്ട് വീതം വർദ്ധിപ്പിച്ചു. BJP രണ്ടാം സ്ഥാനത്ത് വന്നു. മൂന്നാം സ്ഥാനത്തായിരുന്നു LDFിൻ്റെ സ്ഥാനം. പാലക്കാട് മണ്ഡലത്തിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UDF 40% വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. രണ്ടാം സ്ഥാനത്ത് BJPയാണ് എത്തിയത്. നിലവിലെ സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ തന്നെ 32% വോട്ട്. A വിജയരാഘവൻ എന്ന് പറയുന്ന CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം മൂന്നാം സ്ഥാനത്താവുകയും 26%-ലേക്ക് വോട്ട് കുറയുകയും ചെയ്തു. നമുക്ക് ബൂത്തിൽ നിന്ന് കിട്ടുന്ന കണക്കുണ്ട്. ബൂത്തിൽ നിന്ന് എല്ലാ പോളിംഗ് ഓഫീസേഴ്സും സൈൻ ചെയ്ത് നമ്മൾ കൗണ്ടിംഗ് ഡേയിലേക്ക് പോകുമ്പം നമുക്ക് ഓരോ മിഷനിലും എത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടിംഗ് ഡേയിൽ വെരിഫൈ ചെയ്യുന്നത്. ആ ഫോം നമ്മൾ പരിശോധിച്ചു. ആ ഫോം പരിശോധിക്കുമ്പം നല്ല വ്യത്യാസം നിങ്ങൾ പറയുന്ന കണക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ടോട്ടൽ പെർസെൻറ്റേജിൽ വ്യത്യാസമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കണക്ക് പ്രകാരം മാധ്യമങ്ങൾ വന്ന കണക്ക്, അത് എനിക്കൊന്ന് PRDയുടെ സോഴ്സിനൊന്ന് തെറ്റുപറ്റിയതാണ്. ആ കണക്ക് പ്രകാരം മുനിസിപ്പാലിറ്റിയിൽ വോട്ട് കൂടുകയും പഞ്ചായത്തുകൾ കുറയുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളിൽ വോട്ട് കൂടുകയും മുനിസിപ്പാലിറ്റിയിൽ വോട്ട് പെർസെൻറ്റേജ് കുറയുകയുമാണ് ഉണ്ടായത്. അപ്പം ഇനി മുനിസിപ്പാലിറ്റിയിൽ തന്നെ വോട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം UDFിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഒരു കംഫർട്ടബിൾ മെജോറിറ്റി UDFിന് കിട്ടുന്ന തരത്തിലാണ് നമുക്ക് കിട്ടുന്ന കണക്കുകളെല്ലാം. അതിൻ്റെ കണക്കിൻ്റെ വിശദാംശങ്ങൾ 2 MPമാരുടെയും പത്രസമ്മേളനം നടക്കുന്നുണ്ട്. അതിപ്പോൾ അവർ ആക്ച്വൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പത്രസമ്മേളനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ പറയുന്നത് ശരിയല്ല, അവർ വിത്ത് ഡാറ്റ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ഭൂരിപക്ഷം നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്ന ഭൂരിപക്ഷം തന്നെ ഉണ്ടാകും. ഞാനൊരു ഭൂരിപക്ഷം പറഞ്ഞിട്ടില്ല, പക്ഷേ പാർട്ടി അനുമാനിക്കുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് കുറയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നല്ല കനത്ത പോളിംഗ് നടത്തുന്നു. മറ്റ് 2 മുന്നണികളുടെയും അവർക്ക് വോട്ട് ലഭിക്കേണ്ട പ്രദേശങ്ങളിൽ പോളിങ്ങിൽ വലിയ ഇടിവ് വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
പ്രത്യേകിച്ച് ഈ വടക്കുംതറ മൂത്താന്തറ ഭാഗത്തൊക്കെ 85% വരെ വന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അതെ അതെ അതെ, അത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കാരണം ഞങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ്. അതേസമയത്ത് പ്രായരി പഞ്ചായത്തിലൊക്കെ UDF കഴിഞ്ഞ തവണ ഞങ്ങളുടെ ലീഡ് മറികടന്ന പ്രദേശമാണ്. അവിടെയാണ് വലിയ തോതിലും എല്ലാം വോട്ട് കുറഞ്ഞിരിക്കുന്നത്, പോളിംഗ് കുറഞ്ഞിരിക്കുന്നത്. അതൊക്കെ UDF കാര്യമായി ബാധിക്കും. UDF-ൻ്റെയും BJP-യുടെയൊക്കെ വോട്ടുകൾ വളരെ കൃത്യമായിട്ട് LDF പോൾ ചെയ്ത ഇലക്ഷനാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാമ്പുകളിലുള്ള നിരാശയെ മറികടക്കാൻ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ നടക്കണമെങ്കിൽ അവിടെ തോൽവിയാണ് വേണ്ടത് എന്ന് നിർബന്ധമുള്ള ആളുകൾ ഉണ്ടാകാം. അവരുടെ വോട്ടുകൾ അത് വളരെ കുറവാകാം എന്നുള്ളതും കൂടി നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും നിഷ്പക്ഷമായിട്ടുള്ള നിസ്സംഗതയോടുകൂടി വീട്ടിലിരുന്നിരുന്ന പലരും കഴിഞ്ഞ 2 പാർലമെന്റിലും 2 നിയമസഭയിലും ബൂത്തിലെ പോളിംഗ് ഏജന്റിന് ടിക്ക് ചെയ്യാൻ അവസരം കിട്ടാതെ പോയ പല പേരുകളും ഇത്തവണ ടിക്ഡ് കോളത്തിലാണുള്ളത്. എന്ന് വെച്ചാൽ അവരാദ്യമായി വോട്ട് ചെയ്യാൻ വന്നു, വീട്ടിലുണ്ടായിട്ട് വോട്ട് ചെയ്യാതിരിക്കുക, സ്വന്തം കാര്യങ്ങളിൽ എന്തെങ്കിലും തിരക്കുകൾ ഉള്ളതുകൊണ്ട് വോട്ടിംഗ് രണ്ടാമതായി മാത്രം മാറ്റിവെക്കുക എന്നുള്ള ശീലത്തെ നഗര വോട്ടർമാർ മറികടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക കാരണത്തിനാണെന്ന് അനുമാനിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണാടിയും മാത്തൂരും, ഈ 2 സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. മറ്റു 2 കൂട്ടർക്കും വോട്ട് ചെയ്യാൻ അവിടെ ആൾ വന്നിട്ടേ ഇല്ല. ഇത്തവണ ഈ ശ്രീധരൻ വന്ന സമയത്ത് ഉണ്ടായ വലിയ തരത്തിലുള്ള BJP-യുടെ കോലാഹലം ഇത്തവണ മാത്തൂരോ കണ്ണാടിയിലോ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ BJP-ക്ക് ഗണ്യമായ വോട്ടുകൾ കുറയും, ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ നിലനിൽക്കുകയും അതിനേക്കാൾ കൂടുകയും ചെയ്യും. കോൺഗ്രസ് വോട്ടുകൾ എവിടേക്ക് പോയി എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അപ്രത്യക്ഷമാവും. കണ്ണാടിയിലെയും മാത്തൂരിലെയും കോൺഗ്രസ് വോട്ടുകൾ അപ്രത്യക്ഷമാവുമെന്നാണ് ഞാൻ ഈ പറയുന്നത്. പിരായിരിയിലാണെങ്കിൽ UDF വോട്ടുകളാണ്, അവിടെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അവിടെയും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം സംഭവിക്കും. വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടില്ല, പലതും ചെയ്ത വോട്ടുകൾ തന്നെ നമുക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. ഒരാളെ തെരഞ്ഞ് ഒരാളിലേക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ജനങ്ങൾ വോട്ടെടുപ്പിന് വന്നത്. അത് 1,42,000 മുകളിൽ ആളുകൾ അങ്ങനെ വോട്ട് ചെയ്തതിൽ ഒരു 60,000-നും 62,000-നും ഇടയ്ക്ക് മനുഷ്യരുടെ വോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനവട്ട കണക്കുകളും വിലയിരുത്തലുകളും നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം 3 മുന്നണികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF-ലും UDF-ലും BJP-ക്കും പ്രശ്നങ്ങളും പ്രത്യേകതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫലം ആ മുന്നണികളിലെ രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിക്കും.